ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ന്യായീകരണം യുക്തിസഹമോ? ഇനിയെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറാകുമോ സർക്കാർ? വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ ഈ സമയം വരെയും പലതരത്തിലുള്ള ചർച്ചകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്ര ഗൗരവമേറിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഗൗരവമേറിയ വിവരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സർക്കാർ അതിൽ ഇതുവരെയും നടപടി എടുത്തില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനാണ് ഇന്ന് ഒരു അവധി ദിവസമായിട്ടും വളരെ യാദൃച്ഛികമായി മുഖ്യമന്ത്രി വയനാട് വിഷയം സംസാരിക്കാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിനൊടുവിൽ ഈ കാര്യം കൂടി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന ചോദ്യത്തിന് വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. മറുപടി: ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് 2020 ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്തിന്റെ 2020 ഫെബ്രുവരി 19 ഈ കത്ത് നൽകിയത്. അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ഇങ്ങനെ ഒരു കത്ത് നൽകിയത്. തങ്ങളുടെ കമ്മിറ്റി മുൻപാകെ സിനിമാ മേഖലയിലെ വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മക വെളിപ്പെടുത്തലുകളാണ്. ആയതിനാൽ യാതൊരു കാരണവശാലും താൻ അടങ്ങിയ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ ഈ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ കത്ത് പുറത്തുവിടാത്തത്. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ മുഖ്യ വിവരാവകാശ ഓഫീസറും വിവരാവകാശ അപേക്ഷകൾ വന്നത് നിരസിക്കുകയായിരുന്നു. അങ്ങനെ വിശദമാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ജിഷ്ണു, ഇതിലൊരു പ്രശ്നം, ഇത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. നമ്മൾ പറയുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ കുറിച്ചല്ല. അതായത് ഒരുപാട് വലിയ കുറ്റകൃത്യങ്ങൾ നടന്നു എന്നൊരു റിപ്പോർട്ടിന്റെ ഭാഗമായി സർക്കാരിന് മുന്നിലേക്ക് ഒരു വിവരം വന്നാൽ അതിൽ ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ അതിൽ ഇരകളായവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന കാരണം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തിൽ സർക്കാരിന് ഒന്നും ചെയ്യാതെ സ്വകാര്യതയുടെ പേരിൽ മാത്രം അതിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കാൻ പറ്റുമോ? 4.5 വർഷം ആ റിപ്പോർട്ടിന് പുറത്ത് അതേപോലെ അടയിരിക്കാൻ പറ്റുമോ? ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് പുറത്ത് വിടേണ്ടി വന്നതെന്ന് നമുക്കറിയാം. അതിന് മുന്നേ നടന്ന പല നിയമയുദ്ധങ്ങളും നമുക്കറിയാം. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ട് ഇങ്ങനെ ഒരു ന്യായീകരണം, അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റിസ് ഹേമ അയച്ച ഈ കത്തിനെ പറ്റി സർക്കാർ വളരെ കാര്യമായി പറയുന്നുണ്ട്. ആ കത്ത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണല്ലോ മുഖ്യമന്ത്രി വായിച്ചത്. ആ കത്ത് പൂർണ്ണമായി പരിശോധിച്ചാൽ ആ കത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത്, ഞാൻ ഈ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കണമല്ലോ, അങ്ങനെ ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും, അതായത് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത, ഞങ്ങൾ അടിസ്ഥാനമാക്കിയ രേഖകൾ സഹിതം 2 കോപ്പി താങ്കളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഒരു സോഫ്റ്റ് കോപ്പിയും 2 കോപ്പികളും സർക്കാരിലേക്ക് എത്തിക്കുകയാണ്. ഇതോടുകൂടി ഇനി ഞങ്ങളുടെ കയ്യിൽ യാതൊരു രേഖകളുമില്ല. ഈ റിപ്പോർട്ടിൽ വളരെ ഗൗരവമേറിയ സെക്ഷൽ ഒഫൻസസ് തുടങ്ങി പീഡനങ്ങൾ അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം തുടങ്ങി സെക്ഷുവൽ അസോൾട്ട് വരെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണമെന്നാണ്. 2013 ലളിതാകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന കേസിന് ശേഷം എങ്ങനെയാണ് ജിഷ്ണു ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടന്നു എന്ന അറിവ് കിട്ടിയാൽ ഒരു സ്റ്റേറ്റിന് അതിൽ നടപടി എടുക്കാതിരിക്കാൻ കഴിയുക? ഈ കത്ത് മുഖ്യമന്ത്രി പുറത്തുവിടുമ്പോൾ അല്ലെങ്കിൽ ഈ കത്ത് കോട്ട് ചെയ്തുകൊണ്ട് സ്വകാര്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനുകൂടി സർക്കാർ ഉത്തരം പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇത് നമ്മൾ മറ്റ് കമ്മീഷനുകൾ നിയമിക്കപ്പെടുന്നത് പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കപ്പെടുന്നത് പോലെ നിയമിക്കപ്പെട്ട ഒരു കമ്മീഷനല്ല ഇത്. 2017 ഫെബ്രുവരി മാസം സമാനതകളില്ലാത്ത രീതിയിൽ കേരള സമൂഹം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കൊച്ചി പോലൊരു നഗരത്തിൽ നടു റോട്ടിൽ ഒരു വളരെ റെപ്യൂട്ടഡായ ഒരു നടി നടു റോട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പറ്റം സുഹൃത്തുക്കൾ, സ്ത്രീകൾ അതിശക്തമായ പ്രതിഷേധവുമായി അല്ലെങ്കിൽ പ്രതികരണവുമായി രംഗത്ത് വന്നതിൻ്റെ പിന്നാലെ നിയമിക്കപ്പെടുന്ന ഒരു കമ്മീഷനാണ്. അത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടി നിയമിക്കപ്പെടുന്ന ഒരു കമ്മീഷനാണ്. ഒരു കോസ്റ്റ് ഉണ്ട്, ഒരു വലിയ ഒഫൻസ് നടന്നിരിക്കുന്നു. അതിന് സമാനമായ മറ്റ് പല ഒഫൻസസും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് പറയാൻ ആളുകൾക്ക് പേടിയുണ്ട്. കാരണം ഇതൊരു പവർ പൊളിറ്റിക്സ് നിലനിൽക്കുന്ന ഒരു വ്യവസായമാണ്. അതെ, അവിടെ ഈ പറഞ്ഞത് അതുതന്നെയാണ് ഹേമ കമ്മിറ്റിയും പറയുന്നത്. ഈ പറയുന്ന 15 അംഗ പവർ ഗ്രൂപ്പാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പവർ പ്ലേ നടക്കുന്ന ഒരു മേഖലയിൽ
ഇങ്ങനെയുള്ള ഒഫൻസസ്, ഇത്രയും ഗ്രാവിറ്റിയുള്ള ഒഫൻസസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു കമ്മിറ്റി സൂചിപ്പിക്കുന്ന സമയത്ത് ഇതിനെ പുറത്തുവിടാതിരിക്കുക, അല്ലെങ്കിൽ ഇത് പുറത്തുവിടണോ വേണ്ടിയോ എന്നുള്ളത് സർക്കാർ തീരുമാനിക്കേണ്ട, സർക്കാർ എടുക്കേണ്ട ടേക്കാണ്. അത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യത്തെ കാര്യം ഇതിൽ നടപടി എടുക്കുക എന്നുള്ളതാണ്. അതായത് പോക്സോ ഉൾപ്പെടെ അല്ലെങ്കിൽ പോഷ് ആക്ട് ഉൾപ്പെടെ സെക്ഷൽ ഹാരസ്മെന്റ് ഉൾപ്പെടെ നടന്നു എന്ന് നിയമവിധേയമായി അല്ലെങ്കിൽ നിയമപരമായി തന്നെ നടപടി എടുക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നടന്നു എന്ന് ഹേമ കമ്മിറ്റി തെളിവുകളോടുകൂടി സമർത്ഥിക്കുന്ന ഒരു റിപ്പോർട്ട് മുന്നിൽ വരുമ്പോൾ സർക്കാർ ഇത് പുറത്തുവിടാതിരിക്കാൻ ഇത്രയും കാലം സർക്കാരിന് മുന്നിലുണ്ടായിരുന്ന ന്യായം ഇതാണ് എന്ന് പറഞ്ഞൊരു ന്യായീകരണമാണ് നടത്താൻ ശ്രമിക്കുന്നത്. ഇതിൽ ഈ ജസ്റ്റിസ് ഹേമയുടെ കത്തിലെ ഒരു ഭാഗം മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: ഐ വുഡ് ഓൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലേർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ബിഫോർ പാർട്ടിംഗ് വിത്ത് ദി റിപ്പോർട്ട് ടു എനിബഡി ഇൻ എ റൊട്ടീൻ മാനർ. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നാൽ മറ്റുള്ളവർക്ക് കൈമാറുന്നത് പോലെ, അങ്ങനെ കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു റിപ്പോർട്ടല്ല ഇത്. ഇതിന് കോൺഫിഡൻഷ്യൽ സ്വഭാവമുണ്ട്, അത് കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് യാതൊരു നടപടി എടുക്കേണ്ടതില്ല എന്നല്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2020 ജസ്റ്റിസ് ഹേമ അയച്ച ഒരു കത്ത് ന്യായീകരണമായി വെച്ചുകൊണ്ട് ഇത്രയും ഗ്രാവിറ്റിയുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നു, അല്ലെങ്കിൽ സെക്ഷൽ ഹാരസ്മെൻ്റ് അടക്കമുള്ള സെക്ഷൽ അസോൾട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന നടിമാരും അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള അത്രയും തീവ്രമായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പോലും ഇവർക്ക് ഇതിൽ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് ഇത് വലിയൊരു പ്രശ്നം ആയി കാണാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി പറയുന്നൊരു സെൻറ്റൻസ് ഇതാണ്: അതായത് ആർക്കെങ്കിലും ഉണ്ടായ തിക്താനുഭവങ്ങളുടെ പേരിൽ 94 വർഷത്തെ പാരമ്പര്യമുള്ള മലയാള സിനിമയുടെ ഈ പറയുന്ന എന്താ പറയുക പ്രൗഢിയെ അല്ലെങ്കിൽ ആ മലയാള സിനിമ ഇൻഡസ്ട്രിയെ മോശമാക്കി കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് മലയാള സിനിമയുടെ പാരമ്പര്യത്തിന് വലിയ മോശമായ അല്ലെങ്കിൽ ഒരു കറ തന്നെയാണ് ഈ സംഭവം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് ഈ പാരമ്പര്യത്തെ ഇത് ബാധിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത്. അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനെ അടക്കം കവച്ചു വെച്ച് പോകാൻ സാധിക്കുന്ന ഒരു പാരമ്പര്യമല്ല ഇത്. ഇവിടെ നിങ്ങൾ നടപടി എടുത്തുകൊണ്ടാണ് ഈ പാരമ്പര്യത്തെ സംരക്ഷിക്കേണ്ടതെന്നുള്ളതാണ് അടിസ്ഥാനപരമായി. വാർത്താ സമ്മേളനത്തിലെ ഒരു ഭാഗമാണ് ചൂഷകർക്കൊപ്പമല്ല, ചൂഷണം ചെയ്യപ്പെടുന്നവർക്കൊപ്പമാണ് സർക്കാർ. ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി കൊടുത്തവർ ആരെങ്കിലും അതൊരു പരാതിയായി ഉന്നയിച്ചാൽ ഉചിതമായ നടപടികൾ ഉണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അദ്ദേഹത്തിന്റെ അണികളും ആരാധകരും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. ശരി, ആഘോഷിക്കട്ടെ. പക്ഷേ എനിക്കൊരു സംശയമുള്ളത്, എന്തിനാണ് നമ്മൾ ഈ കമ്മീഷനെ രൂപീകരിച്ചത്? എന്തിനായിരുന്നു ഈ കമ്മിറ്റി നിയോഗിച്ചത്? അത് സിനിമാ മേഖലയിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ, ഒരു പക്ഷേ ഇതൊരു സെലിബ്രിറ്റി സ്റ്റേച്ചറുള്ള മേഖല ആയതുകൊണ്ടും ഒരു നടിക്ക് താൻ നേരിട്ട ലൈംഗിക അതിക്രമം ഒരു പക്ഷേ നേരിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ കഴിയാത്തത് കൊണ്ടും നാളെ തൊഴിൽ നിഷേധിക്കപ്പെടുമോ എന്ന് പേടിയുള്ളതിനാലുമൊക്കെ അവരതൊരു പക്ഷെ പറഞ്ഞു കാണില്ല. ആ പറയാൻ പറ്റാത്ത ഒരാൾക്ക് പോലും തൻ്റെ പ്രശ്നങ്ങൾ പറയാൻ ഒരു വേദി ഉണ്ടാവണം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ ഇതായിരുന്നു ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്ന കാരണം. ആ കമ്മിറ്റിക്ക് മുൻപാകെ പോയി അപ്പോഴും അവരുടെ മുന്നിൽ ഈ സുരക്ഷ എന്ന പ്രശ്നമുണ്ട്, അവരുടെ സ്വകാര്യത എന്ന പ്രശ്നമുണ്ട്, തൊഴിലെടുക്കണം, ജീവിക്കണം, സമൂഹ മധ്യത്തിൽ അവഹേളനം നേരിടരുത്, ഇതൊക്കെ വളരെ ബേസിക്കായ അവരുടെ ആവശ്യങ്ങളാണ്. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പറയാൻ പറ്റണം. എന്തിനാണ് ഈ പ്രശ്നങ്ങൾ പറയുന്നത്? ഹേമ കമ്മിറ്റിക്ക് വെറുതെ ചിരിച്ചുകൊണ്ടിരുന്ന് കേൾക്കാനോ അല്ലെങ്കിൽ നാളെ വായിച്ച് രസിക്കാനോ അല്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനാണ്. പരിഹരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എൻ്റെ ആ റിസ്ക് എടുത്ത് ഞാൻ അവിടെ പോയി പറയുകയാണ്. പറയുമ്പോൾ അത് സ്റ്റേറ്റിന് വേണ്ടിയാണ് ജസ്റ്റിസ് ഹേമ കേട്ടിട്ടുള്ളത്, അല്ലാതെ ജസ്റ്റിസ് ഹേമ സ്വന്തം നിലയ്ക്ക് കേട്ടതല്ല. സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണ്, സ്റ്റേറ്റ് നിയോഗിച്ചതാണ് അവരെ. ഇനി നിങ്ങൾ ആ പറഞ്ഞ പരാതി പോരാ, വീണ്ടും പരാതിയുമായി വരണമെന്ന് പറയുന്നത് ആ ഇരയെ അപമാനിക്കലാണ്. ഇങ്ങനെ ഒരു അതിക്രമം നടന്നു എന്നറിഞ്ഞാൽ അതിന്മേൽ നടപടിയെടുക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് എന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും നിങ്ങൾ പരാതിയുമായി പോലീസിനെയോ ഞങ്ങളെയോ സമീപിക്കൂ എന്ന് സർക്കാർ പറയുന്നത് കൃത്യമായ നിരുത്തരവാദപരമായ നിലപാടാണ്. തീർച്ചയായും ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സർക്കാരിന് പോലും ഒരു തീരുമാനം, അതായത് കൃത്യമായി പാത്ത് ബ്രേക്കിംഗ് എന്നൊക്കെ പറയാവുന്ന തരത്തിലൊരു തീരുമാനമെടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. സർക്കാർ പറയുന്നു ലൈംഗികാതിക്രമങ്ങൾ തടയണം,
അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കണം എന്ന വാചകങ്ങളിൽ മാത്രം ഇത് ഒതുങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ പുറത്തു വന്ന ഈ പറയുന്ന 15-അംഗ പവർ ഗ്രൂപ്പിന് സർക്കാരിലും പിടിയുണ്ടോ എന്നുള്ളതാണ്. സർക്കാരിലും ഈ പറയുന്ന പവർ ഗ്രൂപ്പ് സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അത് മാത്രമല്ല, സർക്കാരിൽ മാത്രമല്ല, കഴിഞ്ഞ 5 വർഷമായി ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തു വരുന്നത്, ഇത് ചർച്ചയാവുന്നത്. ഇതിൻ്റെ മേൽ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നിരിക്കെ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, പ്രതിപക്ഷത്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കേണ്ടതുണ്ട്, സ്ക്രൂട്ടിനൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലും ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളിലും ഈ പവർ ഗ്രൂപ്പിന് സ്വാധീനമുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രവുമല്ല, സിനിമാ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന പല ആളുകൾക്ക്, മിക്ക ആളുകൾക്കും രാഷ്ട്രീയപരമായ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയ പരിപാടികളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളാണ്. ഈ സർക്കാർ എടുക്കൂ ജിഷ്ണു, ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരായ, എത്രയോ വർഷമായി സിനിമയിൽ നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട നടന്മാർ, ഒരാൾ MLA ആണ്, ഒരാൾ മന്ത്രിസഭയിലുണ്ട്. അപ്പൊ ഇവരൊക്കെ സിനിമയും രാഷ്ട്രീയവും നമുക്കറിയാം ഏതോ കാലം തൊട്ടേ അത് വളരെ ഇഴചേർന്ന് കിടക്കുന്ന 2 മേഖലകളാണ്. അതുകൊണ്ട് തന്നെ സ്വാധീനം സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. അതെ, തീർച്ചയായും. അതായത് അതാണ് ഇതിൻ്റെ ഏറ്റവും കാതലായ വശം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇന്ന് ആ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. മന്ത്രിസഭയിൽ തന്നെയുള്ള ഒരാൾക്കെതിരെയുള്ള ആരോപണം ഉണ്ടല്ലോ. ഇന്ന് വിനയൻ ഈ മന്ത്രിയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് അതിനകത്ത് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രത്യേകം ഒരു മറുപടിയും അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തരത്തിൽ പവർ ഗ്രൂപ്പ് പിടിമുറുക്കിയോ എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെ പല മറുപടികളും കേൾക്കുമ്പോൾ ഇത്രയും എന്താ പറയുക, അസ്വാഭാവികമായ മറുപടികളാണോ സർക്കാർ സംവിധാനത്തിൽ നിന്ന് വരേണ്ടത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് ഈ ട്രൈബ്യൂണലാണ് ഈ പറയുന്ന ലീഗലായ നിയമപരമായ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുക എന്നുള്ളതാണ് കമ്മിറ്റി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഈ ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതിന് സർക്കാരിന് വലിയ ചെലവ് ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഇവർ ചോദിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഇന്നലെ മുഴുവൻ സംസാരിച്ച കാര്യങ്ങൾ, എത്ര സ്ത്രീകളാണ് ഇതിൻ്റെ ഭാഗമായി ഈ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, അതുപോലെ എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഹെയർ സ്റ്റൈലിസ്റ്റുകൾ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെ നിരവധി ആളുകൾക്ക് അവരുടെ തൊഴിലിടത്ത് യാതൊരു വിധത്തിലുള്ള പരിഗണനയും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലാകുന്നത് 2000 മുതൽ ഇങ്ങോട്ടേ എഗ്രിമെൻ്റ് എഴുതുക എന്ന് പറയുന്ന ഒരു രീതി തന്നെ സിനിമയിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അത് തന്നെ എല്ലാവർക്കും ഒന്നും എഗ്രിമെൻ്റ് എഴുതാറില്ല. അതുമാത്രമല്ല, എഴുതിയ എഗ്രിമെൻറ്റുകൾ ഒരു ദയയും ദാക്ഷിണ്യമില്ലാതെ ലംഘിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ആലോചിച്ച് നോക്കൂ, ഒരു ട്രിബ്യൂണൽ നിയമിക്കാനുള്ള ഒരു നിർദ്ദേശം വരുമ്പോൾ സർക്കാർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. എന്ത് ദാരുണമാണ്. പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ പൈസയുണ്ട്. എന്തിനാണ്? വളരെ കാലമായി സർക്കാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ സർക്കാരിന് പൈസയുണ്ട്. ആ കോൺക്ലേവ് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് നമ്മുടെ സർക്കാർ ശരിക്കും വിശ്വസിക്കുകയാണ്. ആരൊക്കെയായിരിക്കും ജിഷ്ണു ഈ കോൺക്ലേവിൽ പങ്കെടുക്കുക? എനിക്കറിയാൻ വയ്യാനായിട്ട് ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പവർ ഗ്രൂപ്പ് ആരാണെന്ന് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അറിയില്ല, അല്ലേ? ഈ കഴിഞ്ഞ 5 വർഷം സർക്കാരുമായി ഈ പറയുന്ന ഇത്രയും പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന എത്ര നടന്മാർ, എത്ര സാങ്കേതിക വിദഗ്ധർ, അല്ലെങ്കിൽ ഈ പറയുന്ന പീഡകരായ എത്ര മനുഷ്യന്മാർ സർക്കാരുമായി ഏതൊക്കെ പരിപാടികളിൽ സഹകരിച്ചു കാണും? സർക്കാർ വളരെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഏതൊക്കെ വേദികളിൽ അവരെ കയറ്റി ഇരുത്തിയിട്ടുണ്ടാവും നമുക്കറിയില്ല. അവരൊക്കെ തന്നെയല്ലേ ഈ കോൺക്ലേവിലും വരാൻ പോകുന്നത്. തീർച്ചയായും. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിവരയിട്ടുകൊണ്ട് ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ മാത്രമേ ഹേമ കമ്മിറ്റി അടിവരയിടുന്നുള്ളൂ. അതിൽ അടിവരയിടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ചിലർ പോലും ഈ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഭാഗം ഹേമ കമ്മിറ്റി അടിവരയിട്ടുകൊണ്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ തലപ്പത്തിരിക്കുന്ന, പലതിനെയും നിയന്ത്രിക്കുന്ന, നമ്മളെല്ലാവരും വലിയ താരങ്ങളായി, സൂപ്പർ സ്റ്റാറുകളായി നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ആളുകൾ പോലും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അവരെ ഒന്നും സർക്കാർ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല. സർക്കാരിന് അവരെ തള്ളിപ്പറയാൻ സാധിക്കുകയില്ല. ചർച്ചയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ആളുകളെ തന്നെ ഇരുത്തേണ്ടി വരും. ആരെയൊക്കെയാണ് ഇരുത്തേണ്ടി വരുന്നത്? അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ് ആക്ട് പ്രകാരം കേസെടുക്കാൻ സാധ്യതയുള്ള കുറ്റം ചെയ്ത ആളുകളെ, പോക്സോ ആക്ട് പ്രകാരം കുറ്റം ചെയ്ത ആളുകളെ നമുക്കറിയില്ല. ആ ആളുകളെയാണ് വിളിച്ചിരുത്തി കോൺക്ലേവ് നടത്തുന്നത്. അതായത് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റും വിളിച്ചിരുത്തി കോൺക്ലേവ് നടത്തുക എന്ന് പറയുന്ന അസംബന്ധത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇടത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം, ഈ പവർ ഗ്രൂപ്പ് എത്രത്തോളം ശക്തമാണ്. ഇന്ന് എത്ര ബൈറ്റുകളാണ് പുറത്തു വന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് തിലകൻ്റെ മകൾ സോണിയ തിലകൻ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത്
സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നോട് പോലും ഒരു നടൻ വളരെ മോശമായി, അതായത് തിലകൻ മരിച്ചതിന് ശേഷം അച്ഛനോട് ചെയ്തു പോയതെല്ലാം തെറ്റായിരുന്നു, അതിൽ ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് അയക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വൾഗറായ മെസ്സേജസ് ആണ്. അപ്പോൾ ആ രീതിയിൽ പോലും സിനിമയ്ക്ക് പുറത്തുള്ള ആളുകളെ പോലും വേട്ടയാടുന്ന തരത്തിൽ, അതുപോലെ സോണിയ പറയുന്നു, അതായത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഘടനയുടെ യോഗമൊക്കെ നടക്കുന്ന സമയത്ത് ഈ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുറത്ത് ഗുണ്ടകൾ ഉണ്ടാകാറുണ്ടായിരുന്നു, 60ഓളം ഗുണ്ടകളെ പുറത്തു നിർത്തിയ യോഗങ്ങളടക്കം നടന്നിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ രീതിയിൽ വളരെ ക്രൂഷ്യൽ ഒരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അമ്മ എന്ന സംഘടന പിരിച്ചുവിടണമെന്നാണ് സോണിയ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. എന്നുവെച്ചാൽ അത്രയും നിഗൂഢതയുള്ള ഒരു സംഘടനയെ എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിന് പൂർണ്ണമായും പരിശോധിക്കാൻ സാധിക്കുന്നില്ല? നിങ്ങൾ ആലോചിച്ചു, ഇന്ന് ഈ സമൂഹത്തിലെ മറ്റേതെങ്കിലും മേഖലയിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ, അവിടെ ഒരു സംഘടനയുടെ പുറത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ, ആ സംഘടനയുടെ A to Z പരിശോധിക്കാൻ ഈ സർക്കാർ തയ്യാറാകില്ലേ? അവരുടെ സംഘടനാ സംവിധാനത്തിൽ ഇരിക്കുന്ന ആളുകൾ, അവരുടെ പശ്ചാത്തലം, അവരുടെ ബാങ്ക് അക്കൗണ്ട്, ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാകില്ലേ? രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരുന്നെങ്കിൽ, തീർച്ചയായും ഒരു ബ്യൂറോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരുന്നെങ്കിൽ, മീഡിയയെ പറ്റിയാണ് വന്നിരുന്നെങ്കിൽ ഒക്കെ ഇതെങ്ങനെയായിരിക്കും ഈ പരാതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരുന്നതെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും പരിഗണിക്കപ്പെടുക എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇത് പൂർണ്ണമായും സർക്കാർ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. സ്വകാര്യത സംരക്ഷിക്കേണ്ടതാണ്, അതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഒരു ഇര തനിക്ക് പരാതി പറയാൻ പോകുമ്പോൾ തൻ്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്ന അവരുടെ ആവശ്യം വളരെ വളരെ നീതിയുക്തമാണ്. അവിടെ ഒരു വ്യത്യാസം, ആ ഇരയ്ക്ക് പരാതി പറയാൻ തക്ക വിധത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് പൂർണ്ണമായും സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് ഈ പരാതി ഒരിക്കലും പുറത്തു വരാത്ത വിധം ഒളിപ്പിച്ച് വെക്കലല്ല അതിനുള്ള മാർഗം. മറിച്ച് ആ പരാതിയിൽ ശക്തമായ നടപടിയുണ്ടെന്ന് ഉറപ്പുവരുത്തി ആ കൃത്യമായി ആരാണോ ആ പരാതിക്ക് ഇടയാക്കിയ വ്യക്തി ആരാണോ അല്ലെങ്കിൽ ആരാണോ അതിലെ കുറ്റക്കാരൻ, അയാളെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇനിയും ആളുകൾക്ക് പരാതി പറയാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതിന് പകരം വളരെ ദുഃഖകരമാണ്, നമ്മുടെ സർക്കാർ ഓടിയൊളിക്കുകയാണ്. സ്വകാര്യത എന്ന ഒരൊറ്റ കാര്യത്തിൽ പിടിച്ചുകൊണ്ട് ഓടിയൊളിക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും ശ്രീജ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇന്ത്യയിലെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ മലയാള സിനിമ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് നമ്മളെല്ലാവരും ഈ നാട്ടിൽ നിർമ്മിക്കപ്പെടുന്ന സിനിമയുടെ നിലവാരത്തിൻ്റെ പുറത്ത് നാം അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ, അതിൻ്റെ ഈ പറയുന്ന അത് ചിത്രീകരിച്ചിരിക്കുന്ന നിലവാരത്തിലെല്ലാം അഭിമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വ്യവസായത്തിൽ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതൊരു ചരിത്രപരമായ നീക്കമാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത്. ഇന്ന് മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇത്തരത്തിലൊരു കമ്മീഷൻ നിയമിച്ചിട്ടില്ല, ഇത്തരത്തിലൊരു പഠനം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ചരിത്രപരമായ നീക്കമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. ചരിത്രപരമായ നീക്കമാണെന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കുന്നത് ഏത് പോയിന്റിലാണ്? ഈ റിപ്പോർട്ടിൻ്റെ അടുത്ത പടിയായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് കൂടി സർക്കാരിന് കടക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഇതൊരു ചരിത്രപരമായ നീക്കമാകുന്നത്. ഈ പറയുന്ന 94 വർഷത്തെ പാരമ്പര്യമുള്ള മലയാള സിനിമ, ആ പാരമ്പര്യവും പൈതൃകവും ഒക്കെയാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി കൂടി എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നത്. ആ പാരമ്പര്യവും പൈതൃകവും അതുപോലെ നിൽക്കണമെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമയുടെ പൈതൃകം ഇതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും എടുത്തു കാണിക്കാനും സാധിക്കുന്ന തരത്തിൽ അതിൻ്റെ മേന്മ അത്രയും ഉയരത്തിൽ നിൽക്കണമെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടപടിയെടുത്തേ മതിയാകൂ. അതുകൂടി ചേരുന്നതാണ് മലയാള സിനിമയുടെ പൈതൃകവും പാരമ്പര്യവും എന്നും മനസ്സിലാക്കിക്കൊണ്ടുകൂടി വേണം നമ്മൾ ഇതിൽ ഇടപെടാൻ. അങ്ങനെ ആവട്ടെ, ഈ കാലത്തെ ഈ സർക്കാരിനെ മലയാള സിനിമാ ചരിത്രത്തിലും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലും രേഖപ്പെടുത്തേണ്ടത്. അല്ലാതെ പരാതിക്കാരുടെ സ്വകാര്യത പറഞ്ഞ് പേടിച്ച് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നതല്ല നമ്മുടെ പാരമ്പര്യം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ICL Finco, the intelligent choice.